സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പുതുവത്സരത്തിലെ 12 മുന്തിരി ചലഞ്ച് അഥവാ 12 ഗ്രേപ്പ് ചാലഞ്ച്. എന്താണ് ഈ ട്രെൻഡിന് പിന്നിൽ? ലേന ജയരാജ് പറയും എന്താണ് എന്ന്. തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് ലേന. ഗുഡ് മോർണിംഗ്. നവവത്സര ആശംസകളും നേരുന്നു. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ 12 മുന്തിരിയെ പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അങ്ങനെ ധാരണയില്ലാത്ത മനുഷ്യർക്ക് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ? മോത്തി, ഹാപ്പി ന്യൂ ഇയർ. ആദ്യം തന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് 12 ഗ്രേപ്പ് ചാലഞ്ച്. ആക്ച്വലി എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. ഇന്നലെ ന്യൂ ഇയർ ആഘോഷിച്ചപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഇന്നലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അതായത് നമ്മൾ 12 മുന്തിരികൾ കയ്യിലെടുക്കുക. അതായത് വരാനിരിക്കുന്ന 12 മാസത്തെയാണ് ഈ 12 മുന്തിരികൾ പ്രതിനിധീകരിക്കുന്നത്. അതായത് ഓരോ മാസവും നമ്മളെ ആഗ്രഹങ്ങൾ എന്താണെന്നുള്ളത് ഓരോ മുന്തിരി കഴിക്കുമ്പോഴും ഇതാ എൻ്റെ ആഗ്രഹം എന്ന് മനസ്സിൽ വിചാരിക്കുകയും അത് നടക്കുമെന്ന് സങ്കല്പിക്കുകയും ചെയ്യുക. അത് നടക്കുമെന്നാണ് ഈ ഒരു ചടങ്ങിന് പിന്നിലുള്ള വിശ്വാസം. ആക്ച്വലി ഇത് സ്പെയിനിലാണ് ഇതിൻ്റെ തുടക്കം. സ്പെയിനിൽ ഒരു കൂട്ടം കർഷകർ അവരുടെ മുന്തിരിയുടെ വിളവെടുപ്പ് കൂടിയപ്പം അത് കൂടുതൽ വിറ്റ് പോകാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകൾ എന്ത് ചെയ്തു, ഇത് ഇങ്ങനെ ഒരു ആചാരം പ്രചരിപ്പിക്കുകയുണ്ടായി. പിന്നെ പറയാനുള്ളത്, ഇത് ഏറ്റവും കൂടുതൽ സിംഗിൾസ് ആണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. നമുക്ക് റീൽസിലൊക്കെ കാണാൻ സാധിക്കും, അവർക്ക് നല്ലൊരു റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന സിംഗിൾസിൻ്റെ റീലുകളാണ്. ഇന്നലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, കടയിൽ പോയപ്പം ഗ്രേപ്പ് ഒന്നും കിട്ടാനില്ല. അതായത് ഈ റീൽ അത്രയും നമ്മളവിടെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യം ലാറ്റിൻ അമേരിക്കയിലും സ്പെയിനിലുമാണ് ഈ ചടങ്ങ് ഉണ്ടെങ്കിൽ പോലും ഇപ്പം സോഷ്യൽ മീഡിയ ഇവിടെ അത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുകയുണ്ടായി. സ്പെയിനിൽ തുടങ്ങിയത്. മുന്തിരി കഴിച്ചോ? അങ്ങനെ സിംഗിളായി തുടരാതെ ഒരു കൂട്ടുണ്ടാവട്ടെ എന്ന പ്രതീക്ഷയിലായിരുന്നു അത്. അതെ, കഴിച്ചു. 1 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കണം എന്നാണ്. ഈ 12 മുന്തിരികൾ 1 മിനിറ്റിനുള്ളിൽ കഴിച്ചു തീർക്കണം. തൊണ്ടയിൽ കുടുങ്ങുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ട്രോളുകൾ ഇറങ്ങുന്നുണ്ടല്ലോ അതിൻ്റെ. സന്തോഷം. ഏതായാലും ലേനയുടെ ആഗ്രഹവും നടക്കട്ടെ.